അളിയാ കിടക്കണ കിടപ്പ് കണ്ട സേലം വണ്ടി സൈഡായ പോലെയാ അളിയാ. അളിയനും അതിന് നിന്റെ പെങ്ങളെ ഞാൻ കെട്ടിയില്ലല്ലോ. ഇല്ല, ഞാൻ അളിയന്റെ പെങ്ങളെ കെട്ടാൻ തയ്യാറാണല്ലോ. 60 വയസ്സുള്ള എന്റെ പെങ്ങളെ പറ്റി അനാവശ്യം പറയുന്നോടാ. എന്നാൽ ആ വിഷയം വിട്ടാലേ അളിയാ. ഞാൻ സാറൊന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെ കിടന്ന് കിടന്ന് ചന്തി ചൂടാവന്റെ ചെമ്പകശ്ശേരി രാമ, ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനൊന്ന് കൺകുളിർക്കൊന്ന് കണ്ടോട്ടെ. എന്തിനാടാ അവൻ ഉറങ്ങുക? തൽക്കാലം പുറത്തു നിന്ന് കണ്ടാ മതി. അവിടെ അവിടെ കന്നുകാലികൾക്ക് അകത്തേക്ക് പ്രവേശനമില്ലേ? ഇല്ല അല്ലേ? ഇല്ല. അന്ന് ഈ മുതലിന് എത്രയും പെട്ടെന്ന് എടുത്ത് തൊഴുത്തിലേക്ക് മാറ്റി കെട്ടി കിട്ടോ. എന്റെ തന്തയോട് എന്ത് പറയടാ? രഘുരാമ, ആരാ നിന്നെ ഞാനൊന്ന് കെട്ടിപ്പുണരട്ടെ രഘുരാമ. ഞാൻ ഇതിലെ എങ്ങനെ നിന്നെ കെട്ടിപ്പുണരും? ഞാൻ അതിലേ വരാം. രഘുരാമ, നീ എവിടെയായിരുന്നടാ? നീ കറുത്തു പോയില്ല മോനെ. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. ഈ പഴയ ബാല്യകാല സഖി കരുവിനെ നീ മറന്നോ? കുരുവല്ല, കരു. കോണോത്തുകുന്നിൽ കരുണൻ. ഞാനിതിപ്പോ ചെറുതാക്കി കെ കരുന്നാക്കി. ഓ ശരി, ഇപ്പൊ ഓർമ്മ വന്നല്ലോ. എനിക്കറിയാം ഈ പഴയ കാല സുഹൃത്ത് കരുവിനെ നീ മറക്കില്ലെന്ന്. പണ്ട് നമ്മൾ ചെറുതുരുത്തി സ്കൂളിൽ 1 മുതൽ ഒരുമിച്ച് പഠിച്ചതും പച്ചമാങ്ങ പറിച്ചതും പരൽമീനെ പിടിച്ചതും പാര വെച്ചതും മറന്നുമോ രഘുരാമ? കരുണൻ, നീ ഇപ്പൊ എന്ത് ചെയ്യണു? നിന്നെ പോലുള്ള ചങ്ങാതിമാര് മുഴുവൻ ദുബായി പോയിപ്പോ അവരുടെ കുടുംബം മുഴുവൻ നോക്കേണ്ട ചുമതല എന്റെ തലയിലായി. എനിക്കിപ്പോ എവിടെയും തിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനിപ്പോ ഒരു ലോണിന് ശ്രമിക്കാ. ലോണോ? എന്തിന്? സ്വയം തൊഴിൽ കണ്ടെത്താൻ. സ്വയം തൊഴിലോ? കല്യാണം കഴിക്കാനാ. ബാങ്കുകാർ ആരും ലോൺ തരുന്നില്ല. നീ തരോ? ചിരിക്കണ്ട. ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് തരാന്ന് പറഞ്ഞില്ലേ? ഭവാനിയമ്മേ. അല്ല മാഷോ, ഇരുന്നട്ടെ. വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കല്ലേ? അതൊക്കെ എപ്പോഴേ അറിഞ്ഞു. നാട് മുഴുവൻ ഇപ്പൊ നല്ല സംസാരം. അതെ, ആളെവിടെ? എവിടെ ഇല്ലേ? രാവിലെ ഷൊർണൂർ വരെ പോണം. ബാങ്കിൽ എന്തോ ഇടപാടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. മോനെ രഘു, മാഷ് ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എനിക്ക് ഓർമ്മയുണ്ടോ? വാ വാ. നീ ആളാകെ മാറിപ്പോയല്ലോ. അതെല്ലാം പെട്ടെന്നായിരുന്നു. നീ ഗൾഫിലാന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഇതൊരു ആഫ്രിക്കൻ വേഷമാണല്ലോ. ആഫ്രിക്കൻ ഗൾഫിലാണല്ലോ മാഷേ. ഇതൊരു പുതിയ അറിവാണല്ലോ. പഠിക്കുമ്പോ നീ മിടുക്കനായിരുന്നല്ലോ. അപ്പൊ ഞാനാണ് ഏറ്റവും മോശക്കാരനായ വിദ്യാർത്ഥി എന്ന് മാഷ് പറഞ്ഞു നടക്കണതോ? ഞാനോ? രഘുരാമൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു ആർക്കും അറിഞ്ഞൂടാത്തത്. അതിന് ഞാൻ രഘുരാമനല്ലല്ലോ, ഞാൻ കരു. മാഷ് പെട്ടില്ലേ? പെട്ടു. അല്ല, ഇത് നമ്മുടെ കോണോത്തുകുന്നിലെ കരുണനല്ലേ? എടോ നിന്നെ ഞാനത് ചെറുതാക്കി കെ കരുന്നാക്കി. രഘുരാമ. രഘുരാമൻ വന്നു. രഘുരാമ, നിനക്ക് ഓർമ്മയില്ലേ? ഇത് നമ്മുടെ സ്വദേശി മാഷ്. നന്നായി പഠിപ്പിക്കും. പിന്നെ എനിക്കറിഞ്ഞൂടെ? മാഷിനെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്കറിയാം, നിനക്കൊന്നും എന്നെ അങ്ങനെ മറക്കാൻ പറ്റില്ല. ഈ വീടായിട്ട് എനിക്കുള്ള ബന്ധം അങ്ങനെയൊക്കെയാ. ഇപ്പോ നിങ്ങളൊക്കെ വലിയ നിലയിലെത്തി. എല്ലാം മാഷിന്റെ അനുഗ്രഹം. നിനക്കത് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായല്ലോ. ഇക്കാലത്ത് ആർക്ക് വേണം ഗുരുത്വവും ബഹുമാനമൊക്കെ. അല്ല എന്തോന്ന് വേഷം? ഇതൊക്കെ ഒരു ബ്രേക്ക് സ്റ്റൈലല്ലേ? രഘുന്നറിയോ, മാഷാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായത്തിനുണ്ടാവാറ്. ചന്ദ്രപ്പന്റെ വിധി ഇങ്ങനെയാവുന്ന ആരാ കരുതിയത്? ഏതായാലും ഭവാനിയമ്മയ്ക്ക് സമാധാനമായല്ലോ. മോൻ വന്നൂലോ, അതും പണക്കാരനായിട്ട് തന്നെ. എന്താ? പണവും പ്രശസ്തിയും ഒന്നും എനിക്കിനി വേണമെന്നില്ല മാഷേ. ഇവൻ വന്നല്ലോ, അത് മതി. ഇനി ആകെ ഒരു വിചാരമുള്ളത് ശ്രീദേവിയുടെ കാര്യത്തിലാ. അതൊക്കെ അതാതിന്റെ സമയത്ത് നടക്കും ഭവാനിയമ്മേ. നമുക്ക് ഷൊർണൂര് പോയിന്ന് കലക്കണ്ട മാഷേ. എന്ത് കലക്ക്? ഇതൊന്നും ഓൾഡ് മാൻസിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല രഘുരാമ. ഓ, നിന്റെ ഈ അസുഖമൊന്നും മാറി കിട്ടാത്ത മഹാകഷ്ടം. ആട്ടെ, രഘുവിന് എത്ര മാസത്തെ ലീവ് ഉണ്ട്? അത് കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ട്. ഞാൻ അറിഞ്ഞട്ടെ, ട്രഷറി വഴി ഒന്ന് പോണം. പെൻഷൻ കിട്ടുന്ന ദിവസം. അളിയൻ കുറെ നേരമായാലും ഇവിടെ ഇങ്ങനെ കിടക്കണത്. ഇനിയെങ്കിലും ഒന്ന് അകത്ത് പോയി റെസ്റ്റ് എടുക്കാൻ പറയാം അമ്മേ. അതൊക്കെ വലിയ പാടാ. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടില്ല. വള്ളിക്ക് ഇത്ര നീളം? ഒരു മുണ്ട് കൊടുക്കായിരുന്നു. ഭയങ്കര നീളം തന്നെ. നീ കണ്ണെടുത്ത് മാറ്റി മോത്തുള്ളൂ. കണ്ണുണ്ട്. ഈ വഴികളൊക്കെ മാറിയല്ലേ? പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നോണ്ട് പെട്ടെന്ന് മനസ്സിലാവണില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. എന്ത്?
അളിയൻ വന്നതും പെങ്ങളെ കൊണ്ടുപോയതും. അക്ക ഗൾഫ് റോളർ അല്ലേ? റോളർ അല്ല, ഡോളർ. അതെ, ഡോളർ. ഈ ഇടവഴികളൊക്കെ റോഡായി, റോഡൊക്കെ പുഴയായി. ഇവിടുന്ന് ടൗണിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടല്ലേ? പിന്നെ രാവിലെ 10:30 മണിക്കുള്ള ബസ് കഴിഞ്ഞാൽ പിന്നെ കടത്ത് തന്നെ ശരണം. പിന്നെ നിന്റെ അളിയന്റെ കള്ള ടാക്സി ഉണ്ടല്ലോ, നമുക്ക് ഷൊർണൂര് ബാറി പോയി അടിച്ചു പൊളിക്കണ്ടേ? പൊളിക്കാനൊന്നും ഞാനില്ല, പിന്നെ അതൊക്കെ പോലീസ് കേസാവും. ഞാൻ ആ അടിച്ചുപൊളിയല്ലേ ഉദ്ദേശിച്ചേ, ഈ അടിച്ചുപൊളി. കരു, നമ്മുടെ പഴയ പരിചയക്കാരെ കാണുമ്പോ നീ എന്നൊന്ന് ഓർമ്മപ്പെടുത്തണേ. അല്ല, കൊറേ കാലം മുമ്പ് കണ്ടിട്ടുള്ളല്ലേ? ഈ കണ്ണ് കാണുന്നില്ല, ഈ കണ്ണ് കാണാൻ പറ്റുന്നില്ല. എടാ, സ്റ്റിക്കർ വെച്ചിട്ടാണ് നീ അങ്ങെടുത്ത് മാറ്റിയേ. അത് ശരി. ഓ, ഇത് വെച്ചുകൊണ്ട് നടക്കണ അന്തന്മാരെ സമ്മതിക്കണം. അതെന്താ? എടാ, ഇത് വെച്ച് ഒന്നും കൂടി ഇരിക്കാവല്ലേ? നീ അത് വെക്കണ്ട. ഇത് വെക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ഇതിന്റെ ഒരു കുറവ് കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ പ്രേമം അലസി പോയത്. തിങ്കളാഴ്ച ഒന്ന് നാം വിടമാട്ടെ, നാം കേക്കേ കറുവള്ളി എന്നടി. അപ്പടി വിട കൂടെ മാട്ടി ഉന്നെ നാൻ തന്തൂറിയാക്കിടുവേ, ചവിട്ടിടുവേ, സുട്ടിടുവേ. എന്താടാ നടുവോട്ട് എന്താ ആട് സിംഗാരോ? വണ്ടി കയറ്, കേറാ വണ്ടിയില്. എടാ, ഒന്ന് പതുക്കെ തിന്ന്, വയറ് ചിഞ്ഞ് നാറും. എന്തിനാ മുള്ളു ഞാനോ? ഇതെന്താ ദിനോസറിന്റെ ഇറച്ചിയോ? അപ്പൊ ഞാൻ ചോദിച്ചത് നീ മറുപടി പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. സംഗതി കൊയലായിട്ട് പറഞ്ഞ ഇന്നോ നാളെയോ അതെത്തും. തലയെക്കെട്ടുകാരും നാട്ടിലിറങ്ങിയാ സൂക്ഷിച്ചോ, അത് രഘുരാമനുള്ള കുഴൽപ്പണ. മനസ്സിലായോ? കാശൊക്കെ നല്ലോണം കൊണ്ടുവന്നിട്ടുണ്ടോ? കാശോ? ഈ ദുബായിക്കാരും പണം കൊണ്ടുവരോ? ഇത് മറ്റേതാ നമ്പറ്, സ്വർണ്ണ ബിസ്കറ്റ്. പക്ഷെ ഞങ്ങളത് മാറ്റാൻ ഷൊർണൂരിൽ നിന്ന് പോയി. പക്ഷെ അവിടെ ലോനപ്പനും കൂട്ടിനും വന്നോണ്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു വന്നു. അത് ശരിയാ, ബാങ്കുകാര് ദിവസം വീട്ടിൽ ക്യൂ നിക്കല്ലേ, ഡെപ്പോസിറ്റ് തരൂ, ലോൺ വേണോ എന്ന് പറഞ്ഞ് ക്യൂ നിക്ക. പക്ഷെ ഉടനെ മറ്റേത് ഉണ്ടാവും. ഏത് കല്യാണം? അല്ലാണ്ട് എന്താ? നല്ല ചെത്ത് പെമ്പിള്ളേരെ തന്തമാരിങ്ങനെ ക്യൂ നിക്കല്ലേ. രഘുരാമ, ഒന്ന് കെട്ട്, ഒന്ന് കഴിക്ക് എന്ന് പറഞ്ഞ് ഇതിലേതെങ്കിലും പെൺകുട്ടികളുടെ തന്തമാര് എന്റെ അടുത്ത് വരില്ലേ? നീ അത് വിട്. ഞാനത് വിട്ടു. ഇനി എന്താ അവന്റെ പരിപാടി? തിരിച്ചു കൊണ്ടോ? പിന്നെ ഇവിടെ നിൽക്കാനോ? അവിടുത്തെ ഓയിൽ കമ്പനി ആര് നോക്കും? ഏതായാലും എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ എനിക്ക് ഇപ്പൊ തന്നെ പിടിപ്പതിലേറെ പണിയുണ്ട്. ഇനിയിപ്പോ മുല്ലമംഗലം ട്രാവൽസ് ഇറങ്ങി കഴിഞ്ഞാ എനിക്ക് ഇത്രയും സമയം ഉണ്ടാവില്ല. ബസ്സോ? ആ പുത്തൻ വീട്ടുകാരുടെ വണ്ടിക്ക് പുഷ്പൻ അഡ്വാൻസ് കൊടുത്തുന്ന കേട്ടെ. പൈസ മാറ്റിക്കോ. ആനന്ദോടോ ഇങ്ങനെ ഛർദിക്കുന്നത്? ഇങ്ങനെ ഛർദിക്കണതാ? ഈ കോഴി ഇറച്ചിക്കൊക്കെ ഭയങ്കര വിലയാ. അപ്പൊ കോഴിയുടെ ഗ്രേവി പൊക്കോട്ടെ, കഷ്ണം അവിടെ നിൽക്കട്ടെന്ന് വിചാരിച്ചിട്ടാ. ഓസല്ലേ, ശീലാക്കണ്ട. കെറ്റിക്കങ്ങള് അല്ലേ?